ഇവിടെ ന്യായമായ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ധരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരം ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമീപനമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. കാരണം ഇത് കുറച്ചുപേർ ഒന്നിച്ചു ചേർന്ന് അത് വലുതായി ഈ രാജ്യത്തിന് തന്നെ വലിയ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി വളർന്നു വന്നിട്ടുണ്ട്. അത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട സമീപനം എടുക്കുന്നതിന് പകരമായി അത് തകർക്കുന്ന ഒരു സമീപനമാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ നമുക്കറിയാം, ഇത്തരം സംരംഭങ്ങൾ വളർന്നു വരുന്നതോടുകൂടിയാണ് ന്യായമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് അവർക്ക് സ്വീകാര്യമായ നിരക്കിൽ ടിവിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെതിരെ കുത്തക മുതലാളിമാരുടെ ഒത്താശയോടുകൂടി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇത്തരം സമീപനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇത് സാധാരണക്കാരുടെ മേൽ കൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമായി മാറുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അയ്യായിരക്കണക്കിന് ആൾക്കാർ കൂടെ അവരുടെ സംരക്ഷിക്കുകയും അവരുടെ ജീവിത നിത്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ആവശ്യകരമായ ഒരു കാര്യമാണ് എന്നിരിക്കെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഇവിടെ ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ അന്യായമായ ഇതിനകത്ത് കൃത്യമായ എഗ്രിമെന്റുകളൊക്കെ വെച്ചുകൊണ്ട് ന്യായമായ എഗ്രിമെന്റുകൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ അതിനെല്ലാം തകർക്കുന്ന രീതിയിലുള്ള പടിപടിയായി വിലവർദ്ധനവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരിക്കലും താഴാൻ പറ്റാത്ത രീതിയിൽ നമുക്കറിയാം, ഒരു സംരംഭം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് പലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വിലവർദ്ധനവ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത് ആരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായ കാര്യം. ഇത്തരം സംരംഭങ്ങളെ തകർത്തുകൊണ്ട് കുത്തക മുതലാളിമാർക്ക് ഇവിടെ കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള പണങ്ങൾ ഒരുപാട് കുടിശ്ശികകൾ കിടക്കുന്നുണ്ട്. അത്തരം കുടിശ്ശികകളൊന്നും തന്നെ അവർക്ക് കാര്യമില്ല. പക്ഷേ ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ, ആ സാധാരണക്കാരന്റെ ഒരു സംരംഭം, ആ സംരംഭത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിന് പകരം ആ സംരംഭങ്ങളെ എങ്ങനെ തീർക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തെറ്റുതിരുത്തുകയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അവർ സമീപനം സ്വീകരിക്കുന്നതിന് പകരമായി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു സമീപനം അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിലേക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ വിലവർദ്ധന ഉയർത്തിക്കൊണ്ട് അതിനെ മുക്കിക്കൊല്ലുന്ന രീതിയിലുള്ള ഒരു സമീപനത്തിൽ നിന്നും ഈ ഗവൺമെന്റ് അതിനുവേണ്ട നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്തരം സംരംഭങ്ങൾ വളർന്നു വരണം. അത് കേബിൾ TV രംഗത്തായാലും ശരി, മറ്റു രംഗത്തായാലും ശരി, ഇത്തരം സംരംഭങ്ങൾ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ നാടിന്റെ വികസനത്തിന് അത് ഗുണകരമായി മാറുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുത്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം സംരംഭകർ, അത് കേബിൾ TV ആയാലും ശരി, മറ്റു സംരംഭകരായാലും ശരി, അവരൊക്കെ